ഒന്ന് പൊതുവളെ. എണ്ടപ്പുറത്ത് ചതിയും കള്ളവില്ല. നേരെ നിന്ന് കൊട്ടിത്തോൽപ്പിച്ചാൽ ദേവനാരായണൻ അടിയറവ് പറയും. വേണ്ടി വന്നാൽ ക്ഷൗരം ചെയ്തു തരും. തന്തയില്ലാഴ് കാണിച്ചാലുണ്ടല്ലോ വിട്ടു ഞാൻ ഈ കയ്യ്. വരാ, വണ്ടി എടുക്ക്. ഒന്ന് ഓഫീസ് വരെ വന്ന് ആ വൗച്ചറിൽ ഉറപ്പിട്ടാൽ. വേണ്ട എനിക്ക് പ്രതിഫലം. അത് ഈ കള്ളപ്പൊതുവാളുടെ ശവസംസ്കാരത്തിന് എന്റെ വക സംഭാവനയായിട്ട് ചുറ്റെഴുതിക്കോളൂ. വരിക. സത്യം പറഞ്ഞ പൂരം കാണാനോ പഞ്ചാരി മേളം കേൾക്കാനോ അല്ല മലമക്കാവിൽ ആള് കൂടിയത്. പിന്നെ ദേവേട്ടന്റെ ഒരു ശാസ്ത്രം ഉണ്ടല്ലോ. എന്താ ശാസ്ത്രം? അതേനെ, ഒരു ടൈം കഴിഞ്ഞാ ഒരു തല്ലി. ആ ശാസ്ത്രം അതായത് ഈ പുട്ടിന് തേങ്ങയിടുന്ന പോലെ ഒരു തായമ്പക ഒരു തല്ല്, ഒരു തായമ്പക ഒരു തല്ല്. ഒന്ന് പോടോ മാരാരെ. തൊഴിലിൽ കള്ളം കാണിക്കുന്നവൻ ആരായിരുന്നാലും ശരി, അവന് മാപ്പ് കൊടുക്കില്ല ദേവനാരായണൻ. തിരിയേഴും തെളിയുന്ന നിലവിളക്കിന് മുമ്പിൽ നിന്ന് സർവേശ്വരന്മാരെയും ധ്യാനിച്ച് ചെണ്ടയെടുത്ത് കൊട്ടാൻ തുടങ്ങിയാൽ കാലിന്റെ പെരുവരിൽ നിന്ന് തുടങ്ങും ഒരു തീപ്പൊരി കത്താൻ. പതികാലം കൊട്ടിക്കഴിഞ്ഞ് കൂറിലേക്ക് കിടക്കുമ്പോ ആ തീപ്പൊരി ഒരു പന്തായിട്ട് നാഭി വഴി നെഞ്ചു വഴി മേലോട്ട് അങ്ങനെ കത്തിക്കയറും. ബ്രഹ്മസമാധി നിർവ്വാണം എന്നൊക്കെ കേട്ടില്ലേ മാരാര്? അതാ സംഭവിക്കുക. ആ നിന്ന നിപ്പിൽ തന്നെ ഈ ഹൃദയമിടിപ്പിന്റെ തായമ്പക അങ്ങോട്ട് കുട്ടി കലാശിച്ചു പോയാലും അറിയില്ല മാരാരെ. ഞാൻ ഒരു കുപ്പി കൊണ്ട് എടുക്കട്ടെ? വേണ്ട, എനിക്കൊരു പുക മതി. പുക എവിടെ കിട്ടാൻ? വേണ്ട ദേവേട്ട, മതി. പോടാ പോടാ പോടാ. കുമാര, എന്തോ? 2 കുപ്പി നാടൻ വാറ്റും 1 പൊതി കഞ്ചാവും തലയ്ക്ക് പിടിച്ചാൽ അച്ചുതണ്ടിൽ നീ ഭൂമി വലിച്ച് പറിച്ചെടുത്ത് പുറങ്കാല് കൊണ്ട് തായമ്പക കൊട്ടും ദേവനാരായണൻ. മനസ്സിലായോ? ഒരെഴുത്തെങ്കിലും അയച്ചോ. ജീവിച്ചിരിപ്പുണ്ടോ, കണ്ടവന്റെ തല്ലുകൊണ്ട് ചട്ടോ എന്നൊക്കെ ആർക്കറിയാം? ദൈവത്തെ വിചാരിച്ച് ഈ സന്ധ്യാനേരത്ത് ഭരിക്കണ വാക്കണോന്നും പറയല്ലേ നിങ്ങൾ? സത്യമല്ലേ പറഞ്ഞത് ഞാൻ. ഒരു എന്റെ റോളിലിട്ട് ദേശാടനത്തിന് ഇറങ്ങി തന്റെ പൂരപ്പറമ്പിലും കള്ളുഷാപ്പിലും ജീവിച്ചു തീർക്കല്ലേ അവനീ ജീവിതം. ഒന്ന് പതുക്കെ പറയൂ, അവള് കേൾക്കും.
എന്തിനാ അതിനെ വേദനിപ്പിക്കണേ? നമ്മളെങ്കിലും കൊടുക്കണ്ടേ അതിന് ഇത്തിരി മനസ്സമാധാനം? നന്നാവും, മനുഷ്യനാവും എന്നൊക്കെ നിരീക്ഷല്ലേ ആ ശങ്കര പൊതുവാളുടെ കാല് പിടിച്ച് ഇവിടെ അവന് ഞാൻ ദാനമായിട്ട് കൊണ്ട് കൊടുത്തത്? മറന്നോ നീ? അവിടെയാ നമുക്ക് പഴിച്ചത്. അവൻ മോഹിച്ച പെണ്ണ് ഇപ്പോഴും അവന്റെ മനസ്സിൽ കിടന്ന് നേർന്നുണ്ട്. അതിന് ആ നികൃഷ്ട ജന്മം കെട്ടിത്തോന്നി ചത്തില്ലേ? കുറ്റപ്പെടുത്തല്ല ഞാൻ, നിങ്ങളുടെ ഒരു ദുർവാശി കാരണ അത് അതിന്റെ ജീവൻ ഒടുക്കിയത്. ഒന്നും വേണ്ടായിരുന്നു എനിക്ക് ഇപ്പൊ തോന്നണത്. എന്റെ മോളെ ദ്രോഹിച്ചു അവഗണിച്ചും ഒക്കെ എന്നോടുള്ള പ്രതികാരം തീർക്കവൻ. മുണ്ടനം ചെയ്താ മുടിയെ പോകൂ ഭാഗീരഥി, തലവരമായില്ല. ആ കുട്ടിയുടെ കണ്ണീര് മാത്രം മതി അവൻ ഈ ജന്മം മുഴുവൻ കിടന്ന് നരയിക്കാൻ. മോളെന്താ അവിടെ നിന്ന് കളഞ്ഞേ? ഇങ്ങോട്ട് വാ. മോളെ സങ്കടപ്പെടുത്താൻ വേണ്ടി പറഞ്ഞല്ല അച്ഛൻ. എനിക്ക് സങ്കടമൊന്നുമില്ല അച്ഛ. ദേവേട്ടനെ ആരും ശപിക്കാണ്ടിരുന്നാ മതി. അമ്മിണിക്കുട്ടിയെ കുടിക്കാതെ വെള്ളം ഇങ്ങെടുത്തോളൂ. ഇന്ന് പതിവില്ലാണ്ട് അത്താഴപൂജ ലേശം വൈകി. വല്യമ്മാവന്റെ കാലശേഷം 40-45 കൊല്ലായി മുടക്കമില്ലാണ്ട് പല്ലാവൂരപ്പന് ശീവേലി കൊട്ടണു. ഹലോ, ആ നേരെയാവും. ഇതിന്റെയൊക്കെ ഗുണം കിട്ടാൻ പോണത് എന്റെ മോക്കാ, എനിക്ക് ഉറപ്പുണ്ട്. നിന്റെ അമ്മയുള്ള കാലത്ത് അതെ, ഇനി ഇവിടെ നിന്ന് അച്ഛൻ ഇങ്ങനെ ഒരു പഴംപുരാണം പറഞ്ഞോണ്ടിരിക്കും. കുളിക്കാൻ വെള്ളം കറി വെക്കട്ടെ? ആവാം. സർവാപരാധങ്ങളും പുറത്ത് കാത്തുരക്ഷിക്കണേ ഗുരുനാഥ. കുട്ടികളെ പോലെ നമ്മള് തമ്മിൽ കണ്ടിട്ട് 2 ആഴ്ചയായില്ലേ ഗുരുനാഥ. എനിക്കതങ്ങോട്ട് സഹിക്കാനേ പറ്റണില്ല. കണ്ടില്ലേ, അതുകൊണ്ടല്ലേ ഈ സങ്കടവും സന്തോഷവും ഒക്കെ. വീതി കുറഞ്ഞിട്ടുണ്ടോ? എന്താടോ മിഴിച്ചു നിൽക്കണേ? അതൊക്കെ ഒന്ന് അങ്ങോട്ട് എടുത്തു വെക്ക. എന്തൊക്കെയാടോ ഈ കൊണ്ടുവന്നിരിക്കണേ? ദക്ഷിണ അങ്ങോട്ട് ഇരിക്ക. കരിങ്കല്ലിൽ പുളിമുട്ടി കൊണ്ടും വലന്തല തളർത്തിയിട്ട ചെണ്ടയിൽ കോലുകൊണ്ടും കൊട്ടാൻ പഠിപ്പിച്ച് എന്നെ ഈ നിലയിലെത്തിച്ച് എന്റെ ഗുരുനാഥനുള്ള ദക്ഷിണ. നീ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അരിയും സാധനങ്ങളും ദക്ഷിണയായിട്ട് കൊണ്ടുവരുന്നത് കൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് കഴിയണം. അല്ലാണ്ട് അമ്പലത്തിൽ നിന്ന് കിട്ടുന്നതുകൊണ്ട് എന്താ? എന്താടി നിന്റെ മുഖത്തൊരു മ്ലാനത? ഇട്ടോന്നെ കുമാരാ, അതിങ്ങനെ എടുത്ത്. നീ ചോദിച്ചൊക്കെ ഉണ്ട്. സാരി ഉണ്ട്, ബ്ലൗസ് ഉണ്ട്, പാവാട ഉണ്ട്, പിന്നെ എന്തൊക്കെയോ കുന്ത്രാണ്ടങ്ങളൊക്കെ. ആ പിന്നെ അതിലുള്ളിയുണ്ട്, വലിയ ഉള്ളി. അതിലൊരു 4-5 എണ്ണം കൂടെ എടുത്ത് ഒരു പലകം വില വെച്ചൊരു കത്തിയെടുത്ത് അരിയ. എന്നിട്ട് ഒരു ചെറുനാരങ്ങ എടുത്ത് 2ആയിട്ട് മുറിച്ച് അതിൽ പിഴിഞ്ഞൊഴിക്കുക. എന്നിട്ട് ഇങ്ങോട്ട് ഒന്ന് ഉഷാറാക്കുവാസോ നീയെ. എന്താണ് മാരാരെ നോക്കി നിൽക്കാതെ ഒന്ന് ഉത്സാഹിക്കും നിങ്ങള്. തുടങ്ങിയതല്ലേ ഉത്സാഹം. എങ്ങനെയുണ്ട് ഗുരുനാഥ? എന്റെ കുണ്ടൽ എനിക്ക് കത്തിപ്പോയി. മലമക്കാവ് പൂരം കഴിഞ്ഞു വരുന്ന വഴിക്ക് ഒരാരാധകന്റെ സമ്മാന. കുമാര ലേശം അടിച്ചോളൂ. എനിക്ക് വേണ്ട അച്ഛന്. കേട്ടിട്ടില്ല കുമാര, മദ്യം വിജ്ഞാന ഭൂഷണം. അത് വിദ്വാന്മാർക്കുള്ളതാണ് വാസു. നീ നിർബന്ധിക്കണ്ട, അവൻ കുടിക്കില്ല. കുമാര നീ അകത്ത് പോയിട്ട് ആ വെജിറ്റബിൾ സാലഡ് എങ്ങനെ എടുത്തിട്ട് വന്നേ വേഗം. എന്താടോ കിട്ടന്മാര് തനിക്കൊരു ആലസ്യം ഒഴിച്ചങ്ങനെ കുടിക്കണോ? തന്നെ വേണം. കഞ്ചാവി ആരെങ്കിലും കാണും. ആരെങ്കിലും കാണണം, ആശാൻ അറിയണം, എങ്കിൽ ഞാൻ രക്ഷപ്പെടും. എന്നോട് മിണ്ടണ്ട. എത്ര ദിവസം ഇവിടുന്ന് പോയിട്ട്?
ദേവേട്ടന്റെ കൂടെ ഇറങ്ങി തിരിച്ചുള്ള കാര്യം നിനക്ക് അറിയാലോ. ഉവ്വ്. ഓക്കെ, ഇതൊക്കെ ആർക്ക് വേണ്ടിട്ടാ? 10 കാശുണ്ടാക്കും, എന്നിട്ട് ആശാന്റെ മുമ്പിൽ ചെന്ന് ധൈര്യമായിട്ട് ചോദിക്കണം, മര്യാദക്ക് നിങ്ങളുടെ മോളെ എനിക്ക് കെട്ടിച്ചേരുന്നുണ്ടോ അതോ ദേ വന്നു. ആവേശം മൂക്കണു. ആവേശം ഉത്സവം കണ്ടല്ലോ. അപ്പോഴേക്കും തുടങ്ങിയില്ലേ ഉത്സാഹം. ഏട്ടാ, നീ എന്താടാ സവാള കണ്ടുപിടിക്കാൻ? ഉള്ളി അരിഞ്ഞിട്ട് തക്കാളി അരിഞ്ഞപ്പോ ആശാനൊന്നും കൊണ്ടാത്തേ. അയ്യോ, മൂർധാവിന്റെ ഉള്ളിൽ നിന്ന് 10,000 ചെണ്ട ഒന്നിച്ചു മുറുകുമ്പോഴുള്ള ഒരു മൂളക്കം. അതെന്താണ് ആശാരെ? ഇത് മറ്റവരല്ല, തറവാടിയാ. ചവിട്ട് കുത്തൊന്നുമില്ല, പാൽപ്പായസം പോലെ ഉണ്ടല്ലേ ആശാരെ? എന്റെ ആശാന്റെ മനസ്സ് നിറഞ്ഞല്ലോ, എനിക്ക് അത് മതി. അല്ല, നമുക്ക് പോണ്ടേ ഇങ്ങടെ വീട്ടിലേക്ക്? ഓടാ. ഈ മേടസൂര്യനെയും ബലം വെച്ച് ഈ സൗരയൂഥത്തിൽ ഇങ്ങനെ കറങ്ങി കറങ്ങി നടക്കുക. ഒരു ഭാവി പാതാളത്തിലേക്ക് ഞാനില്ല. അത് പറയില്ല. നീ വീട്ടിൽ പോണം. ഗുരുദാസനേക്കാൾ വലുത് കുടുംബാണ്, അത് മറക്കരുത്. അനുസരണക്കേട് കാട്ടിയ പഴയ പുളിമുട്ടി ഇരിപ്പുണ്ട് ഇവിടെ. ചന്തിക്കിട്ട് പെരുക്കിൽ ഞാൻ. അല്ല, നമ്മുടെ കോഴി കോഴി പോയി കൂവി തള്ളിയിട്ട്. നീ പിണങ്ങി പോവാണോ? എന്റെ ഗുരുനാഥനോട് ഞാൻ പിണങ്ങില്ല. ദേവേട്ടാ, ഞാൻ വണ്ടി എടുക്കാം. ഞാൻ വണ്ടി എടുക്കാം. വേണ്ട, ഞാൻ നടന്നു പോയില്ല. വണ്ടി പുഴക്കരെ വീട്ടിലിട്ട ഗുരുനാഥൻ. ഒരു സാധനം എടുക്കാൻ മറന്നിട്ടാ. കിടക്കുന്ന സാധനം തന്നെയാ. അതവിടെ കിടന്നു. രാവിലെ വെള്ളം കൊടുക്കാൻ മറക്കണ്ട. അപ്പൊ ആശാനെ കൂട്ടിലായി അതവിടെ വെച്ചിട്ട് പോണോ? മതിയാവില്ല.